എനിക്ക് സിനിമയിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരെ പാരൽ കോളേജിലേക്ക് തിരിഞ്ഞത്, ഒരു അധ്യാപകനായി മാറുക. ഏതാണ്ട് SLCക്ക് 70% വിദ്യാർത്ഥികളും തോറ്റിരുന്നു. കഷ്ടിച്ച് 28-30% വിദ്യാർത്ഥികളാണ് ജയിച്ചിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ സിനിമയിലൊരു കലാകാരൻ എന്നുള്ള നിലയിൽ അത് സംഗതി എല്ലാം ശരിയാണ്. പക്ഷേ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പം എൻ്റെ ആ പഴയ ശിഷ്യന്മാർ, അത് ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒരു പ്രാന്തമായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. വേണമല്ലേ, അപ്പം ഒരു നിയന്ത്രണമൊക്കെ വേണം. മാതാപിതാക്കൾ എന്താ നീ ഇവിടെ പോയതാടാ, എന്താണ് പരിപാടി എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഒരു ഈ പഠനയാത്ര കുറച്ചുകൂടെ ഇൻക്ലൂസീവായിട്ടാണ് നടത്തുന്നത്. നാട്ടുകാരും ലേബർ ഇന്ത്യയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ ലേബർ ഇന്ത്യയിൽ മറൈൻ ടൗണിലെ തൊഴിലാളികളുമായിട്ടാണ് ഞാൻ പോയിക്കൊണ്ട് കൊണ്ടുപോകാൻ. ഇവരൊക്കെ വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റാണ്. കവലേറി കഴിഞ്ഞാൽ തനി റൗഡികളുമാണ്. സാർ, ഈ തൊഴിലാളികളെ ഭയങ്കരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ലേബർ ഇന്ത്യയിലാണെങ്കിൽ പോലും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടെന്ന് സാർ എഴുതിയിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് LIREP ഒക്കെ തുടങ്ങുമ്പോഴും കുറച്ചുകൂടി നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതിനെ. നമ്മൾ പ്രസ്ഥാനം വളരണമെങ്കിൽ, നമ്മൾ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആളുകളെ ചേർത്ത് നിർത്തണം. നമ്മൾ ഒറ്റയാനായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പണ്ട് പിണറായി പ്രസംഗിച്ചതുപോലെയാണ്. കടലിലെ വലിയ എരമ്പലും ഓളങ്ങളും തിരകളും ഉണ്ട് ഇല്ലേ? പക്ഷേ കടലിലെ വെള്ളം ഒരു ബക്കറ്റിലോട്ട് കോരി ഒഴിച്ചാൽ തിരയുണ്ടോ എരമ്പലുണ്ടോ വല്ലതും ഉണ്ടോ? അത് തന്നെയാണ്. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ കടലിൽ നിന്നും ബക്കറ്റിൽ കോരിയ വെള്ളം പോലെയാണ്. പക്ഷേ സമൂഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ അതിനൊരു ആരവം ഉണ്ടാവും, ആഘോഷം ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇത്രയും ആളുകളൊക്കെ ആയിട്ട് ഞാൻ രാജേഷ് വളരെ എൻ്റെ ഇളയ മോനെ സ്കൂളിലാണ്. അവന് 1 വയസ്സോ 1.5 വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ 7 ദിവസത്തെ യാത്രയാണ് ഗോവയ്ക്ക് പോയി. എന്നാൽ ഗോവയ്ക്ക് പോകുമ്പോൾ പിന്നെ ബസ്സിൽ തുണിത്തൊട്ടി കെട്ടി അതിലിട്ട് ആട്ടിക്കൊണ്ടാണ് പോയത്. പ്രത്യേകിച്ച് ആട്ടാനൊന്നുമില്ല, കാരണം ബസ് ആടുമല്ലോ, ആ കൂടെ ഇവനും ആടും. പിന്നെ എല്ലാവരും കൂടെ ഇവനെ മാറി അല്ലേ, ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അപ്പം ഞാനൊക്കെ അതിൻ്റെ അത് ഫുൾ സീറ്റായിരുന്നേ. പിന്നെ ആൾക്കാർ ഇടിയായിരുന്നു. പിന്നെ 1-2 മിച്ചം കൂടെ കയറ്റി. അവസാനം എനിക്ക് സീറ്റില്ലാതെ. അപ്പം ഞാൻ ഒരു ബുദ്ധി കാണിച്ചൊരു നല്ലൊരു പഞ്ഞി ബെഡുണ്ടല്ലോ, ഒരു ബെഡൊക്കെ കരുതിയിരുന്നു. ആ രാത്രിയിൽ ഈ പിന്നെ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ ബെഡ് വിരിച്ച് ഞാൻ അതേ കിടന്നുറങ്ങും. മറ്റൊരു കൂഞ്ഞി കൂടി എഴുതിരുമ്പോൾ ഞാൻ നീണ്ടു തുറന്ന് കിടക്കും ഈ തറയിൽ. അതൊക്കെ ഒരു സംഭവമല്ലേ. പഠനയാത്രകളൊക്കെ ആ രീതിക്കായിരുന്നു സാറ് നയിച്ചുകൊണ്ടിരുന്നല്ലേ? പിന്നെ പഠനയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മൈക്ക് കാണുമല്ലോ. അപ്പോൾ പാട്ടായി, പ്രസംഗമായി, യാത്രാ വിവരണങ്ങളായി, അനുഭവ വിവരണങ്ങളായി. ഒന്നിനെ നിലം തൊടിയിക്കുകയില്ല. ഒന്നെങ്കിൽ പാട്ട്, അല്ലെ ഡാൻസ്, അല്ലെ പ്രസംഗം, അല്ലെ അനുഭവജ്ഞാനം. അപ്പോൾ ഇതെല്ലാം ഒരു മനസ്സിനെ എക്വിപ്പ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അതല്ലേ പറയുന്നത്, പാടാത്ത വീണയും പാടും. അപ്പോൾ അവർ മോട്ടിവേഷൻ കൊടുത്താൽ മതി. ഒരു ഇൻഹിബിഷൻ നിൽക്കും. പക്ഷേ ആ ഇൻഹിബിഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പിന്നെ അണ പൊട്ടിയ പോലെ സർഗശേഷി പ്രവഹിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സമീപനത്തിൻ്റെ ഒരു പ്രത്യേകത. കൂടെ നിൽക്കുന്നവർ വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ ഇപ്പം ഈ റിട്ടയർഡ് ജീവിതത്തിൽ പോലും ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ വിദ്യാർത്ഥികളെയാണല്ലോ പരിശീലിപ്പിക്കുന്നത്, അവരുടെ കൂടെയാണല്ലോ. അതിന് ശേഷം ഇപ്പം ഞാൻ കൃഷിക്കാരെ എൻപവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 600 ചുരുവാനും കർഷകരുണ്ട്. ഞാൻ ഫോം ചെയ്ത കർഷകരുടെ ഈ കമ്പനിയിൽ. അപ്പോൾ ആ കമ്പനി ഇപ്പം 3 ഫാക്ടറിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് എറണാകുളത്ത്, കൊച്ചിയിൽ, 2 കോട്ടയം ജില്ലയിൽ, പിന്നെ പലതും ഇങ്ങനെ ആലോചന ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നമ്മൾ സ്കൂളുണ്ടാക്കി അങ്ങ് ഇട്ട് കൊടുത്തില്ലേ, പ്രസം പബ്ലിക്കേഷൻ എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അജണ്ട. ഇന്ന് മധ്യ കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ഇപ്പോൾ സമയനായി 11-12 ഈ സമയത്ത് തിരുവനന്തപുരത്ത് മധ്യ കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ചെയർമാൻ ഞാനാണ്. ഞാൻ ബാക്കി എൻ്റെ വൈസ് ചെയർമാനെ CEO കൂടെ വിട്ടു. കാരണം എനിക്ക് പോയി മേടിക്കാൻ വരാഞ്ഞിട്ടല്ല, പക്ഷേ അവർ പോയി വാങ്ങുമ്പോൾ
ഒരു സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യമന്ത്രി അത് മന്ത്രിയെല്ലാം ധനകാര്യമന്ത്രി അതുപോലെയാണ് കൊടുക്കുന്നത്. അവരത് ഏറ്റുവാങ്ങുമ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉത്തരവാദിത്വം വരും. എനിക്ക് ചോദിക്കാമല്ലോ, എടാവേ നിങ്ങൾ പോയി അവാർഡ് മേടിച്ചാൽ പോരാ, പണിയെടുക്കാൻ നിങ്ങൾ വേണം, ഇനി വീണ്ടും വീണ്ടും അവാർഡ് വേണ്ടേ എന്നൊക്കെ പറയാനുള്ളൊരു നിമിത്തം. അതെന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കുന്നവരെ എംപവർ ചെയ്യുക. പലരും വിട്ടുകൊടുക്കുകയല്ലോ, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കണം, ട്രെയിൻ ചെയ്ത് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവർ അവരുടെ ആ ക്രിയേറ്റിവിറ്റി ഉണരും. ഈ മധ്യ കേരള ഫാർമേഴ്സ് കമ്പനി ലിമിറ്റഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ അംഗമാണല്ലോ. അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് ഈ കുറച്ചുകൂടെ എന്താ പറയുക, ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കുന്നതിലും കൂടെ മുന്നിട്ട് നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. അങ്ങനെ അങ്ങനെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാലേ 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. അതിലേതാണ്ട് 70-72%, 80% ബിറ്റ്വീൻ 80% വരെ കർഷകരാണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മുമ്പ് SLCക്ക് 70% വിദ്യാർത്ഥികൾ തോറ്റെന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മുടെ ഈ 70% കർഷകർ ഒരു പരിധിവരെ തോറ്റിരിക്കുന്ന കാര്യമാണ്. എന്താ അതിൻ്റെ കാരണം? എൻ്റെ സബ്ജക്റ്റ് ധനശാസ്ത്രം കൂടിയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ കഴിയും. കാരണം എന്താ? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഈ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്നില്ല. സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സാണ് കർഷകരുണ്ടാക്കുന്നത്. ഇപ്പം വാഴ നട്ടു, വാഴക്കൊലയുണ്ട്, അത് മൂത്ത് കഴിയുമ്പോൾ ഒരു പെട്ടിയോട്ടയിൽ വെച്ച് കെട്ടി കടയിൽ കൊണ്ടുപോയി കടക്കാരൻ പറയും, ഓ ഇന്ന് ഏത്തക്കായുടെ എല്ലാം വില ഇടിഞ്ഞു പോയി. ഈ 10-15 ഏത്തക്കൊല വീട്ടിൽ കൊണ്ടുവന്ന പമ്പർനാത്തി മക്കളും കൂടെ എന്ത് ചെയ്യാനാണ് തിന്നുന്നത്? മോശമാവില്ല. അപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് ഇന്ത്യൻ കർഷകരുടെ സ്ഥിതി. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഏത്തക്കായെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കണം. എന്തെല്ലാം ഉൽപ്പന്നങ്ങളാക്കാൻ പറ്റും? ഏത്തക്ക പൊടിയാക്കാം, ചിപ്സാക്കാം, അതിനെ ചെറിയ രീതിയിൽ പഴുപ്പിച്ചിട്ട് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ എന്തെല്ലാം വിഭവങ്ങളുണ്ടാക്കാം. അപ്പോൾ ആ വിഭവങ്ങൾ ഷെൽഫ് വാല്യൂ ഉണ്ട്. ഒരു 5-8 മാസം സൂക്ഷിച്ച് വെക്കാം, പാക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഏത്തക്ക പഴുത്ത് കഴിഞ്ഞാൽ അതേപടി സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ ഈ തലത്തിലേക്ക് കർഷകരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത അജണ്ട. അത് ഈ സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്, എൻ്റെ സ്കീമല്ല, സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് സ്കീം അത് ഞാൻ ഉൾക്കൊണ്ടു. എൻ്റെ ഈ പ്രദേശത്ത് മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഓൾ കേരള, ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണല്ലോ സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് വരുന്നത്, സംസ്ഥാന തലത്തിൽ നിന്നുള്ളതല്ലേ. ഇനി സെൻട്രൽ ഗവൺമെൻറ് അവാർഡുകൾ വേറെ കിടക്കുക. അപ്പം ഈ ഇംഗ്ലീഷ് പഠിക്കാത്ത കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ കർഷകരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ കർഷകർക്ക് അതായത് ഒരു അറിവിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ആ ലക്ഷ്മണരേഖ ഭേദിക്കാൻ ഇവർ തയ്യാറല്ല. ഇപ്പോൾ ഏതെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അത് സാധാരണ ഇത് പറയുന്നത് ചില കാരണന്മാർ പറയുന്നത്, ഞങ്ങൾ ഇതുപോലെയൊക്കെ എതിരെ കേട്ടിരിക്കുന്നു, ഇതുപോലെ എത്ര പേര് വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്. അതെ, ഈ കമൻറ്റുകൾ അവസാനിക്കുക. ഒരാശയം കൊടുക്കുമ്പോൾ ആശയം ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം. അത് ആ പഴയ തലമുറയ്ക്ക് വളരെ റെയറാണ്, പെർസെൻറ്റേജ് കുറവാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറിട്ട് ചിന്തിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിൽ ഔന്നത്യത്തിലിരുന്നത്. ഈ മരങ്ങാട്ടുള്ളി എന്ന് പറയുന്ന കർഷകരുടെ തലസ്ഥാനമായ മരങ്ങാട്ടുള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഞാനെങ്ങനെയാണ് ആയത്? എൻ്റെ പേരൻസ് തനി കർഷകരാണ്, പക്ഷേ അവർ കർഷക രംഗത്ത് സംരംഭകരായിരുന്നു അന്ന് ആ തലത്തിൽ. അതിൽ നിന്നും വേറിട്ട് ഞാൻ ചിന്തിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഈ തലത്തിലെത്തിയത്. ഞാൻ ചിന്തിച്ചതിൽ നിന്നും വേറിട്ട് ചിന്തിച്ചത് കൊണ്ടല്ലേ സന്തോഷം ആ തലത്തിലെത്തിയത്. ഇളയമോൻ രാജേഷ്, അവനിപ്പോൾ സ്കൂള് കോളേജുകളെല്ലാം മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കി, നേരത്തെ അവൻ സിനിമയ്ക്കകത്തൊക്കെ ചാടിയിട്ടുണ്ട്, കാശ് കിട്ടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ RG എന്നും പറഞ്ഞു നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാം അങ്ങോട്ട് വെച്ച് കഴിച്ച് എനിക്കന്ന് ആനിവേഴ്സറിയുടെ ആദ്യ ഭാഗമായിരുന്നു, അത് പ്രസൻറ്റ് ചെയ്തവിടെ. അവൻ്റെ ലിറ്റിൽ സിനിമ എന്ന് പറഞ്ഞിട്ട് അത് RG പ്രസൻസ്. RG എന്ന് പറഞ്ഞാൽ രാജേഷ് ജോർജ് പ്രസൻസ്, ആ ഷോർട്ട് ഫോം. അപ്പോൾ ആ ഫിലിം ഡിവിഷൻ അവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ലാൽ ജോസൊക്കെ വന്നെന്ന് പറഞ്ഞു. ജോസൊക്കെ വന്ന് ക്ലാസ്സിൽ നിന്ന് ഇവരെല്ലാം വലിയ
കമ്പനിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അവരൊരു ഒരു ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അവനൊരു എൻട്രി ആയി. സന്തോഷ് ഒരു ഫിലിം നിർമ്മിച്ചു, പക്ഷേ അത് തിയേറ്ററിലൊന്നും ഓടാൻ പറ്റിയില്ല. ചന്ദ്രയാൻ എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കിയത്, വലിയ ഓട്ടമൊന്നും ഓടിയില്ല. പക്ഷേ അവനത് നിർമ്മിച്ചു. പക്ഷേ അതിന് പകരം അവന് ഇതിലേക്ക് കടന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പം അവന് AI ഓൾ ഇന്ത്യ ലെവലിൽ വിറ്റുകൊണ്ടിരിക്കുക. സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും അതൊരു സൗത്ത് കൊറിയൻ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിലേക്ക് അവൻ കടന്നിരിക്കുക. അപ്പോൾ ഈ ബേസിൽ നിന്നും ഇവർക്ക് മറ്റു തലങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്കുള്ള സാധ്യതകളാണ്. നമുക്ക് ചുറ്റും അനന്തമായ സാധ്യതകളുണ്ട്. അവസരങ്ങളെ നമുക്ക് ചുറ്റുമുള്ളൂ. നമ്മളിപ്പോൾ ആഫ്രിക്കയിലും അമേരിക്കയിലും ഉഗാണ്ടയിലും കാനഡയിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പം സൗത്ത് കൊറിയൻ കമ്പനിയായിട്ട് രാജേഷ് സഹകരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ മരങ്ങാട്ടുള്ളിൽ നിന്നല്ലേ പോയി വരുന്നത്. എല്ലാ ആഴ്ചയിലും അവൻ തിരിച്ച് വീട്ടിൽ വരും, അല്ല ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, മാനേജ് ചെയ്യുന്നു. ലോകം മുഴുവൻ കറങ്ങി വെച്ച് സന്തോഷം വീണ്ടും മരങ്ങാട്ടുള്ളി വരുന്നു. അപ്പോൾ ഞാൻ പണ്ട് നമ്മളോട് പറഞ്ഞു, എടാ നമ്മൾ എന്ത് ചെയ്താലും ഹെഡ് ഓഫീസ് മരങ്ങാട്ടുള്ളി, ബ്രാഞ്ച് ന്യൂയോർക്കിലോ ടോക്കിയോയിലോ ഡൽഹിയിലോ ഒക്കെ ആകാം. കാരണം മഹാത്മജി പറഞ്ഞത് എന്താ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നതല്ലേ. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ മുഴുവനും നമുക്ക് അമ്മാനമാടാൻ കഴിയും. വി ഹാവ് ടു തിങ്ക് ഇൻ ദാറ്റ് വേ. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിന് ചോദിച്ച അധ്യാപകരാണ്. ഇപ്പോൾ കഴിഞ്ഞ 18-20 വർഷമായി എനിക്ക് BEd കോളേജുണ്ട്. ഇതിൽ 1-2% കുട്ടികൾ മാത്രമേ ട്രൂ ടീച്ചേഴ്സായി മാറുന്നുള്ളൂ. ബാക്കി നേരം പോക്കിന് BEdന് വരുന്നതാണ് പലരും. കല്യാണം കഴിക്കാനും കല്യാണം കഴിപ്പിക്കാനും വീട്ടിൽ ചുമ്മാ നിൽക്കുന്നതിന് പകരം ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് വരുന്ന ഒരു നല്ല ശതമാനമുണ്ട്. പക്ഷേ വ്യക്തമായ കാഴ്ചപ്പാടുള്ള അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ അധ്യാപകരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് വരുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ടല്ലോ, പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ. അതിനൊത്ത് ഓടിയെത്താനായിട്ട് ഈ അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും സാധിക്കുന്നുണ്ടോ, അതോ സർക്കാർ മുന്നിലോടുകയാണോ? ഓടുന്നുണ്ടോ? ആ, അതാ ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിൻ്റെ അകത്ത് തന്നെ ഇല്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഞാൻ എന്താണ്, ഞാൻ സമൂഹത്തിൽ നിന്ന് എന്തെടുക്കുന്നു, എനിക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ വന്നാൽ ഇതിനെല്ലാം ഉത്തരവായി. ഏത് സർക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയത്? പല കാലഘട്ടങ്ങളിലും എനിക്കിട്ട് വെക്കാവുന്ന വേലയൊക്കെ ഓരോരുത്തർ വെച്ചിട്ടുണ്ട്, മന്ത്രിമാരുൾപ്പെടെ. അപ്പോൾ അടുത്ത മന്ത്രി അതിനെ കടത്തി വെട്ടിയിട്ടുമുണ്ട്. അതെൻ്റെ സ്ട്രാറ്റജി. ലേബറിൻ്റെ കേരളത്തിൽ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടതാണ്. ആ വിഷം ഞാൻ തിരിച്ചടിപ്പിച്ചു. അത് എൻ്റെ ഒരു സ്കില്ല് എന്ന് കൂട്ടിക്കോ. ഈ പറഞ്ഞതാണ്. കാരണം ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയണം, എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അതിനുള്ള സ്കിൽസുണ്ട്. അപ്പം വി ഹാവ് ടു ഫോളോ ദാറ്റ് സ്കിൽസ്. അപ്പോൾ അത് ലോകത്തിൽ കോടാനുകോടി സ്കിൽസുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പം എന്നെ ഷൂട്ട് ചെയ്യുന്നു, എന്നെ കേൾക്കുന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു, അതൊരു സ്കില്ലാണ്. നിശബ്ദമായിട്ടിരിക്കുന്നു, അതൊരു സ്കില്ലാണ്. ചില വായിട്ടായിരിക്കും, അതൊരു വേറൊരു സ്കില്ലാണ്. ചില നന്നായിട്ട് ഭക്ഷണം കഴിക്കും, സ്കില്ലാണ്. വേറെ കഴിക്കാതിരിക്കുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, സ്കില്ലാണ്. ഉണ്ടാക്കുന്നത് കരിഞ്ഞു പോകുന്നു, അത് വേറൊരു സ്കില്ലാണ്. ഇങ്ങനെ കോടാനുകോടി സ്കിൽസുണ്ട്. പക്ഷേ അതിൽ 10 സ്കിൽസ് ഇങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന UN WHO ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിനെല്ലാം ആറ്റിക്കുറിച്ച്. അത് വളരെ പ്രായോഗികമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആത്മബോധം ഉണ്ടാവണം. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, സമൂഹമാണ് നമ്മളിവിടെ ഇങ്ങനെ എത്തിച്ചത്, അല്ലേ? തിരിച്ച് വി ഹാവ് ടു തിങ്ക്, എന്തെനിക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. സമൂഹത്തിന് മുഴുവൻ തിന്നു തീർത്താൽ മതിയോ? നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ ബാധ്യതയല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രം രക്ഷപ്പെടുകയുള്ളൂ.
ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് കയറി ഇല്ലേ? തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ബൈഡൻ ഓർഡർ ഇട്ട 80-ലധികം ഉത്തരവുകൾ ഇയാൾ മിനിറ്റ് വെച്ച് റദ്ദ് ചെയ്തു. ലോകത്ത് ഇന്നേ വരെ അങ്ങനെ അവരുടെ ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുക. എന്താ അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക ഫസ്റ്റ്, എൻ്റെ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പനാമ കടലിൽ തിരിച്ചു പിടിക്കാൻ പോവുക. ഇതൊരു ലോകത്തിൻ്റെ എക്കോണമിയെ മാറ്റിമറിക്കത്തക്ക, അത് ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം നെഗറ്റീവായിരിക്കാം. ഉക്രൈൻ യുദ്ധം 90 ദിവസത്തിനകം നിർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചു. 2 വാണിങ്ങാണ് കൊടുത്തത്, നിർത്തിക്കോണമെന്ന് പറഞ്ഞു ട്രംപ് ഇസ്രായേലിനോട്. ഹമാസിനോട് നിർത്തിക്കോളാൻ പറഞ്ഞു. കേട്ടില്ലെങ്കിൽ മൊത്തം ചുട്ട് ചാമ്പലാക്കുമെന്ന് പറഞ്ഞു. 2 കൂട്ടരും വരണ്ടു പോയി. കാരണം ഇസ്രായേൽ വേണം പറയുന്നത്, അല്ല ട്രംപ് പറയുന്നത് ഇസ്രായേൽ കേട്ടില്ലെങ്കിൽ 1000 അമേരിക്ക കൊടുക്കുകയില്ല. 1000 കൊടുക്കാതെ വന്നാൽ ഇവൻ പൊളിഞ്ഞില്ലേ? കണ്ടോ? അപ്പോൾ അധികാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അധികാരമില്ലാത്തവൻ പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഈ അധികാരികളായി മാറുക. ആദ്യ സമയത്ത് പ്രസ് കുറച്ച് നഷ്ടത്തിലായിരുന്നല്ലോ. പിന്നീട് ജീവജ്വാലയൊക്കെ തുടങ്ങിയ ശേഷമല്ലേ ഒന്ന് ഒരു വരുമാനം വന്നു കഴിഞ്ഞു. പിന്നെ എപ്പോഴും ഈ സ്വന്തമായിട്ടൊരു മാസിക, ഒരു വിദ്യാഭ്യാസ മാസിക പ്രിൻ്റ് എടുക്കുക? അല്ല, ഞാൻ പറഞ്ഞത് ബേസിക്കലി ഞാൻ ഓണ്ടർപ്രണർ. ബേസിക്കലി ഞാനൊരു ഓണ്ടർപ്രണറാണ്. അപ്പം ഞാൻ ഏത് മേഖലയിൽ കടന്നാലും എന്ത് ചെയ്യും, അവിടെ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനം, ചിന്തകൾ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാത്തിനോടും നമുക്ക് ഇടാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്ത ഒരു ഉന്നതമായൊരു സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. എന്നിട്ടാണ് ഞാൻ അധ്യാപന രംഗത്തേക്ക് തിരിച്ചത്. അധ്യാപകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ഞാൻ പറഞ്ഞല്ലോ, ഒരു അധ്യാപകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അയാളൊരു നല്ല ആക്ടറായിരിക്കണം, അയാളൊരു നല്ല കലാകാരനായിരിക്കണം. 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യാനുള്ള ശേഷി വേണം, 2 ലൈൻ പാടാനുള്ള ശേഷി വേണം, പിന്നെ ഭാവവ്യത്യാസങ്ങൾ വരുത്താൻ കഴിയണം. എരോടെ തന്നോടല്ലേ ആകാൻ പറഞ്ഞത്? കണ്ടോ ചമയമുണ്ടോ? ഏതേ ഒരുത്തൻ ക്ലാസ്സിലിരുന്ന് കുരുത്തക്കേട് കാണിച്ചതന്നെ ഇങ്ങോട്ട് 2 ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ ഒതുങ്ങും ഇല്ലേ? അതൊരു അഭിനയമല്ലേ വാസ്തവത്തിൽ? അത് കഴിഞ്ഞ് എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? ഏതേ അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു മെസ്സേജാണ് ചെല്ലുന്നത്. ഓ, ഈ സാറിൻ്റെ അടുത്ത് കളിയൊന്നും നടക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ മര്യാദയ്ക്കിരുന്ന് നമ്മളും. അതല്ലടായി, ഇതിനിട്ട് നമുക്ക് 2 പണി കൊടുത്താലോ, ഇതേക്കുന്നതാ എന്നൊരു തീരുമാനം വന്നാൽ എന്ത് സംഭവിക്കും? ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളൊരു ഗ്രൂപ്പിൽ എന്ന് വിചാരിച്ചോ, ഗ്രൂപ്പിലാണേലും എന്താ നമുക്ക് ഭാവങ്ങൾ കൊണ്ടുവരിക, വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണല്ലോ ഒരു ലാംഗ്വേജ് ആണല്ലോ, ഭാഷയാണല്ലോ, സന്ദേശമാണല്ലോ, മെസ്സേജാണല്ലോ, ഇൻഫർമേഷനാണല്ലോ, ഇതെല്ലാം കൂടെ കൂടിയതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന ആളാണല്ലോ ഈ എന്താ പറയുക ഒരു ആക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ബെസ്റ്റ് അധ്യാപകനെ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇതെല്ലാം നടക്കി കഴിഞ്ഞാൽ കുട്ടികൾ, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 8 പഠിക്കുന്ന കാലത്ത് മറിയാണ്ടി സ്കൂളിലാണ്, അന്ന് 12,500 കുട്ടികളുടെ സ്കൂളാണ്. ആനിവേഴ്സറിക്ക് ടീച്ചേഴ്സും ഞങ്ങളും കൂടെ കൂടിയായിരുന്നു നാടകം നടത്തിക്കൊണ്ടിരുന്നത്, നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 8 പഠിക്കുമ്പോഴും. അപ്പോൾ എൻ്റെ ഈ സൗണ്ട് മോഡുലേഷൻ ഇങ്ങനെ ചില സ്കില്ലുകൾ നമുക്കുണ്ട്, നമ്മളറിയാതെ വരുന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ നാടകത്തിൽ, അതിനുമുമ്പ് യൂത്ത് വിഷ്വൽ നാടകം സാഹിത്യം ഒക്കെ അവതരിപ്പിക്കും. ഇതിൽ എനിക്കൊരു ഒരു വല്യമ്മച്ചിയുടെ റോളാണ് വന്നത്, ഞാൻ 8 പഠിക്കുമ്പോഴും. അപ്പോൾ ഈ നാടകത്തിൽ എൻ്റെ മകളുടെ കാമുകനായിട്ട് വന്നത് എന്നെ 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനാണ്. ഈ രാത്രി 1 മണി വരെ റിഹേഴ്സലാണ്, പഠിക്കാൻ നേരമുണ്ടോ? അത് പോയി കിടന്നുറങ്ങി ലേറ്റായി ഏറ്റവും കെട്ടിപ്പറക്കി വരും, ചോദ്യങ്ങൾ ചോദിക്കും, പഠിപ്പിക്കുന്നത് വല്ലതും അറിയാമോ, നോക്കാൻ പറ്റിയിട്ടുള്ളോ? ഇതൊന്നും സാധിച്ചിട്ടില്ലല്ലോ. അടി കിട്ടും, അത് ചോറിലൊക്കെ നല്ല അടി കിട്ടും. കാരണം എനിക്കിട്ട് മാത്രമല്ല, ചോദിച്ച് വരികയല്ലേ, അപ്പോൾ എനിക്കും അറിയത്തില്ല. അപ്പോൾ അവന്മാർക്കെല്ലാം കൊടുത്തിട്ട് എനിക്കിട്ട് തരാതിരിക്കാൻ പറ്റുമോ? കാര്യം അപ്പോൾ ആ നാടകത്തിൽ
ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനും. അദ്ദേഹം മരിച്ചുപോയി. അപ്പം എൻ്റെ മകളുടെ കട്ടൻ ഉയരുമ്പോൾ ഞാൻ സ്റ്റേജിലിരുന്ന് നാമം ചൊല്ലുക. നാമം ചൊല്ലുന്ന രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം എന്ന് ചൊല്ലുമ്പോഴാണ് അതിനിടയ്ക്കാണ് ഈ മകളുടെ കാമുകൻ സന്ധ്യാസമയത്താണല്ലോ അയലോക്കതാ ഇവിടെ മണിയടിക്കാൻ വരുന്നതാ. അപ്പോൾ കയറി വരുമ്പോൾ എടാ രഘു എന്നാണ് വിളിക്കുന്നത്. എടാ രഘു നീ ഇരിക്കുക പറഞ്ഞ് ബാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഡയലോഗ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒരു സന്തോഷം, ഒരു സുഖന. ഈ ക്ലാസ്സിൽ എന്നെ തല്ലിയ അധ്യാപകനെ 4 മണി കഴിഞ്ഞ് റിഹേഴ്സൽ നേരത്ത് എടാ രഘു എന്ന് വിളിക്കാൻ പറ്റിയാൽ വലിയൊരു ഭാഗ്യമല്ലേ. അത് ആ സമയത്ത് എടാ എന്നൊക്കെ ഇച്ചിരി ശക്തി കൊടുത്തൊക്കെയാണ് വിളിക്കുന്നത്. തമാശയാണ് എങ്കിൽ പോലും അതൊരു വലിയ കൂട്ടായ്മയല്ലേ, ഒരു മാനസിക ഐക്യമല്ലേ. അപ്പോൾ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ പല ഇലക്ഷനൊക്കെ ഞാൻ നിന്നു. അപ്പോൾ ഈ സാറിനോടാണ് ചോദിക്കുന്നത്, സാറേ ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്ന് മത്സരിക്കുക, ജയിക്കാൻ എന്നാ ഒരു ബുദ്ധി എന്ന്. ഇങ്ങനെ കൊണ്ട് തരം ബുദ്ധികളൊക്കെ ഇവരോട് തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ഇവർ തന്നെ ഉത്തരം പറയും, അതിന് നീ ഒരു കാര്യം ചെയ്യടാ, ആ പെണ്ണുങ്ങൾ വോട്ട് പിടിക്കാൻ പറഞ്ഞു എന്നോട്. നടക്കുന്ന കാര്യം വല്ലതും ആണോ? പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് അന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് പ്രവേശനമില്ല. അങ്ങോട്ടും കടന്നു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററുടെ പൊരിഞ്ഞ് അടി കിട്ടും, ഓടി നടന്നടിക്കും. അങ്ങനെയൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ ബുദ്ധി പറഞ്ഞു തന്നത്. അപ്പം ഞാനത് വർക്കൗട്ട് ചെയ്ത് ചിന്തിച്ചു. അതൊരാശയം നല്ലതാണ്, പക്ഷേ എങ്ങനെ സാധിക്കും? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചില്ലാതെ വരുത്തി ഉള്ള കറിയൊക്കെ വാരി തന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് കഴിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഇൻട്രോൾസ് ഉച്ചയ്ക്കത്തെ ഇൻട്രോൾ സമയത്ത് ആ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞാൽ മതി. അത് മേരി എന്നും പറഞ്ഞൊരു പെണ്ണ 10ൻ്റെ ക്ലാസ് ലീഡറെ അവിടെ ചെന്ന് എനിക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞാൽ മതി. അതിന് എത്ര ദിവസം റിഹേഴ്സൽ നടത്തിയെന്നറിയോ? പക്ഷേ ഇവിടുന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവന്മാരോട് പുറകെ വരും. പക്ഷേ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം 10ാം ക്ലാസ്സിലേക്ക് കയറാൻ. 10ാം ക്ലാസ് വന്നിട്ട് 2 നിലയിലാണ്. 9ാം ക്ലാസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരെ വന്ന് കഴിച്ചിട്ട് ഇവന്മാരുടെ ഒറ്റ ഓട്ടമാണ്. ഞാൻ ഒറ്റയ്ക്കാകുകയല്ലേ. ഒരു 4 ദിവസം ഞാനും തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു, എടാ ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ കയറാൻ പോവുക, നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഞാൻ തിരിച്ചു വന്നു. ഏത് നമ്മൾ സൈന്യത്തിൽ വെടിവെക്കാൻ പോകുന്ന പോലെ അതെ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൽപ്പിച്ച് 9 കയറി 10 അങ്ങ് കയറുകയും മേരിയുടെ ഓട്ടം എനിക്ക് തരണം എന്ന് പറയുകയും തിരിഞ്ഞൊരൊറ്റ ഓട്ടോ. യുവന്മാരെല്ലാം കൂടെ ഭയങ്കര കാർച്ചയും കുറിച്ച് ഹെഡ് മാഷ് ഇതാ ചൂരിലായിട്ട് വന്നു എല്ലാത്തിലോട്ടും കൊടുത്ത് ഞാനിങ്ങനെ ചാടി സ്ഥലം വിട്ടു കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രൈസിസ് നേരിടാനുള്ള പ്രിപ്പറേഷനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ എനിക്ക് എത്ര കൂട്ടുകാരുണ്ടെന്ന് വെച്ചാൽ വോട്ട് ചോദിക്കാൻ പറ്റണമെന്നോ, ഇവന്മാരെല്ലാം പുറകുനിന്ന് സപ്പോർട്ട് ചെയ്തു. അത് എനിക്ക് 2 അടി കിട്ടുന്നത് കാണാൻ പല ഉദ്ദേശക്കാർ കാണും അതിൻ്റെ അകത്ത്. ബട്ട് അപ്പോൾ ഇത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകരുമായിട്ടുള്ളൊരു നല്ല ബന്ധം വരുമ്പോൾ മുമ്പേ പറഞ്ഞുള്ള ഇഷ്യൂസ് ഒത്തിരി തീരും. മുമ്പേ പറഞ്ഞാൽ സാറിനെ തെറി പറഞ്ഞു ഇല്ലേ, തട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ തമ്മിലുള്ള ആ ഇൻ്റർപേഴ്സണൽ റിലേഷൻ മോശമാണ്. അപ്പോൾ ആ ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ് ടീച്ചറോ സബ്ജക്റ്റ് ടീച്ചറോ എടാ കൂട്ടാ ഞാൻ വന്നേ നിനക്ക് എന്നാ വിഷയം എന്ന് ആരും ചോദിക്കാനുണ്ടായിട്ടില്ല എന്നേ. അവിടെയാണ് വിഷയം. ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, പിന്നെ എന്നാ ഉണ്ട് ഒരു എടാ നീ പോയൊരു ചായ കൊണ്ടുവന്നേ. അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചൊരു പയ്യന് തിരുവനന്തപുരം അവിടുത്തെ കനകക്കുന്ന് കൊട്ടാരത്തിനടുത്താണ് അവർ താമസിക്കുന്നത്. ഇമ്മൻസ്ലി റിച്ചാണ്. അപ്പന വലിയ ഹൈ ലെവലൊക്കെ ആയിരുന്നു. അവൻ അവിടെ സ്കൂളിലും പോകുകയില്ല, ഒന്നും പോകില്ല. സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. എന്താ അങ്ങനെ മടുത്താണ് അവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇവനെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ തേട്ടം ഏതാണ്ട് ആയി കഴിഞ്ഞതിന് ഇവിടുന്ന് പോയി. അവൻ ഇനി പോരുകയില്ല. എൻ്റെ പേരൻസ് എന്നെ വിളിച്ചു, സാറേ ഇന്നുപോലെ അവൻ ഒരു തരത്തിലും പോരുകയില്ല, ഈ ഒരു മകനേ ഉള്ളൂ. ഭയങ്കര ഞാൻ ആലോചിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. തമ്പാനൂർ ഞാൻ ചെന്ന് വണ്ടി ഇട്ടു.
ഇങ്ങേരെ വണ്ടി കൊണ്ട് അവിടെ വന്നു. തമ്പാരും തന്നെ ഇങ്ങേരുടെ വണ്ടിയെ തന്നെ. അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാന്ന് മറ്റോ പറഞ്ഞു വീട്ടിലെ. അപ്പോൾ ഞാൻ ചെല്ലുമല്ലോ. ചെല്ലുന്നു അവൻ മുങ്ങി. ചെന്നപ്പോൾ അവനവിടെ ഇല്ല. വലിയ സദ്യയെല്ലാം ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അവനവിടെ ഇല്ലെങ്കിൽ പിന്നെ അവരെ വീട്ടുകാർ അപ്സെറ്റായില്ലേ. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അതും പോയി. പിന്നെ തിരിച്ചു വന്ന് ഞാനിവിടെ വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു. ഞാനങ്ങ് വരുന്നുണ്ട്, പക്ഷേ ആരോടും മിണ്ടുണ്ടാകുന്നു. മിണ്ടുണ്ട, ഞാനവിടെ വന്നോളാം. ഞാനിവിടെ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവനൊരു നിക്കറൊക്കെ ഇട്ട് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചെന്നപ്പോഴേ ഞാൻ വിളിച്ചു. എൻ്റെ ബോബി, അങ്ങനെയാണ്ട പേരെന്ന് വർഷങ്ങളായില്ലേ. ബോബി, എടാ ഒരു ചായ എടുത്തുകൊണ്ടുവന്നേ. ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് അടുക്കളയിൽ പോയി അമ്മയും കൂട്ടി ചായ ഇട്ടുകൊണ്ട് വന്നു. സ്റ്റെപ്പ് 1. എന്നാണ്ടാ വിശേഷമൊക്കെ? ഇവിടെ ഇവിടെ ഞാൻ എന്നാണ്ട് വിശേഷമൊക്കെ? ഭക്ഷണം കഴിച്ചിരുന്നു? എന്നാ രാവിലെ അടിച്ചേ? പൊറോട്ടയോ ദോശയോ ഇഡ്ഡലിയോ മുട്ടയോ എന്നതൊക്കെയാണ്? അവനാണ്ട് നൂഡിൽസോ കൊണ്ടാണ്ട് അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത് അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ ഇരുന്ന് എങ്ങനെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നാണ്ടോ വല്ലതും സിനിമയൊക്കെ കൃത്യമായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ ഇല്ലേ? ഇതിനൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ മാറ്റി മെല്ലെ മെല്ലെ വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് സ്കൂളിൽ നിന്നൊരു മെസ്സേജ് വരുന്നു. ഈവനിങ്ങിൽ ഒരു സ്കൂൾ വണ്ടി മറിഞ്ഞു. മറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇറക്കമല്ലേ ഒരു. ആ ഇറക്കത്തിൽ ആന തടി പിടിച്ച് വഴി ക്രോസ് ചെയ്തു. ഈ വണ്ടി വന്നിട്ട് എന്ത് ചെയ്തു? ഇത് വണ്ടിക്കാരനെ ഇത് അറിയത്തില്ലല്ലോ. വേഗമായിട്ട് നിന്നില്ല. ഇതിനിട്ട് വന്ന് ഇടിച്ച് മറിഞ്ഞ് കുറേ പിള്ളേരെല്ലാം മെഡിക്കൽ കോളേജിലും കാരിത്താസ് ഹോസ്പിറ്റലിലെല്ലാമായി വേറെ മറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സ്കൂളിലൊരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട് പിള്ളേരുടെ. ഒരു കാര്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പോകണം, വേറെ റെഡിയായി പാടാമെന്ന് പറഞ്ഞു. ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി വന്ന് എൻ്റെ വണ്ടിയിൽ കയറി ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവനെ ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിർത്തിയാണ് എല്ലാം കൂടെ. അപ്പം ഒന്ന് വൈഫുള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച അപ്പോൾ വീട്ടിലൊരു മെമ്പർ അങ്ങനെ നമ്മളൊരു കോഴിയെ വളർക്കുന്നത് എങ്ങനെയാണ് ആ സ്റ്റൈലിൽ വളർത്തി നിർത്തി പരീക്ഷ എഴുതി. അവൻ ജയിച്ചു പോയി കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഇവൻ വേറൊരു വികൃതി കൊണ്ടാണ്. ഇവനിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോയി. ഇവന് ഡ്രമ്മിസ്റ്റാണ്, ഉഗ്രൻ ഡ്രമ്മിസ്റ്റാണ് ഇവന്. ഇങ്ങനെ കൊട്ടി കോല് കൊണ്ട് മുകളിലിട്ട് ഏറൊക്കെ എറിച്ചിട്ട് അതൊക്കെ പിടിച്ചിട്ട് പിന്നെ കൊട്ടിയിട്ട് ഇപ്പോൾ ഒരു കടക്ക് പിന്നെ 1 മാസമൊക്കെ ബാംഗ്ലൂർ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അവൻ്റെ ഇവിടെ വന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തലേന്ന് വിട്ട് പോയി. അവനാണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റ്, പിന്നെ ദുബായിൽ റെസ്റ്റോറൻറ്റ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരിൽ ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിനെ പോസിറ്റീവായിട്ട് ചേർത്ത് വിടണം. ഇവരൊക്കെയാണ് സംരംഭകരായി മാറുന്നത്. കുറേ കുരുത്തക്കേട് കാണിക്കുന്നവനെ സംരംഭകനാകാൻ പറ്റുള്ളൂ. പഞ്ചപാവമായിട്ടിരിക്കുന്നവന് ചായ അടിക്കാനായിട്ട് നിൽക്കും, അവൻ ആ പണിയേ ചെയ്യുള്ളൂ. അതിനെച്ചാൽ സംരംഭകത്വം ഇല്ല. ആ ഒരു ഡിഫറൻസ്. അപ്പം നമ്മളെന്ത് ചെയ്യുക, കുട്ടികളെ എങ്ങനെ എൻ്റെ ഗുരുകുലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തല്ലിപ്പുള്ളിയും ഞാനെടുക്കും. അതുകൊണ്ടാണ് ലേബർ ഇന്ത്യക്ക് ആ ഒരു പ്രശസ്തി വന്നു സ്കൂളിന്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന്. ഇപ്പം മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള പിള്ളേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.